ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമികയ്ക്ക് ഒരു കിടിലം പണി തന്നെ കിട്ടുകയാണ്. പല സ്ഥലത്തുനിന്നും പണി കിട്ടിയിട്ടുണ്ടെങ്കിലും പലരും അനാമികയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ അത് കണ്ടുപിടിക്കുന്ന മുത്തശ്ശനാണ്. മുത്തശ്ശൻ അനാമികയെ ചോദ്യം ചെയ്യുകയും ചെയ്യാണ്. അതേസമയം അനാമിക അവിടുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തടി തപ്പുന്നുമുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നവ്യ പ്രസവിക്കുകയാണ് കേട്ടോ. നവ്യയ്ക്ക് പ്രസവ വേദനയൊക്കെ ആയിട്ട് കനകയോട് പറയാണ്. അങ്ങനെ കനകയും ഗോവിന്ദനും കൂടി നവ്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ നേരെ അനന്തപുരിയിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്, നവ്യയ്ക്ക് ഇങ്ങനെ പ്രസവ വേദനയാണ് എന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നും പറയാണ്. അപ്പം മുത്തച്ഛൻ ഉടനെ തന്നെ ആദർശിനെ അഭിയം കൂട്ടിയിട്ട് ആശുപത്രിയിലേക്ക് ചെല്ലുന്നുണ്ട്. നയനയും അങ്ങനെ ആശുപത്രിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നവ്യയെ ലേബർ റൂമിലൊക്കെ കയറ്റിയിരിക്കുകയാണ് കേട്ടോ. ഗോവിന്ദനും കനകയൊക്കെ വെളിയിൽ നിൽപ്പുണ്ട്. അതേസമയം നമ്മുടെ ജലജയാണെങ്കിൽ അങ്ങോട്ട് ചെന്നിട്ടൊന്നുമില്ല. അങ്ങനെ നവ്യയുടെ പ്രസംഗം കഴിയുകയാണ്. ആ സമയത്ത് തന്നെയാണ് മുത്തശ്ശന് വീണ്ടും ഒരു കോള് വരികയാണ്. അനഘയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അനഘ ഇങ്ങനെ മരണപ്പെട്ടു എന്നുള്ള വിവരം മുത്തശ്ശനോട് വിളിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെല്ലണം, ബോഡി ഏറ്റെടുക്കണം, അതുപോലെ തന്നെ കുട്ടിയുമുണ്ട് എന്ന് പറയാം. അപ്പോൾ ഉടനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് പറയാണ്. അതങ്ങനെ തന്നെയാണ്, അവരുടെ ബോഡി ഇവിടെ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുട്ടിയെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടിയുടെ വീട് അനന്തപുരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ ഏതോ ഒരു കൊച്ചുമകൻ്റെ കുഞ്ഞാണ്. ആ വീട്ടിലെ ഒരു കുഞ്ഞ് തന്നെയാണ്. ആ വീടുമായിട്ടാണ് ആ കുഞ്ഞിന് രക്തബന്ധമുള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് തന്നെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയാണ്. അപ്പോൾ ആദർശിനോട് മുത്തച്ഛൻ ഈ കാര്യം പറയുമ്പോൾ ആദർശ് പറയുക, എന്തായി പറയുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉടനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല ആണോ? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? എന്ത് ബന്ധമാണ്? ഈ വീട്ടിലെ ആരുടെ കുട്ടിയാണെന്ന് പറ. അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് ഒരു കുട്ടി ഈ വീടുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറയാണ്. അതേസമയം അഭിയും പറയുന്നുണ്ട്, അതെ അത് നേരാ, എന്നാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് പറയാണ്. അതേസമയം അഭി അവിടെ എല്ലാ ട്രാപ്പും ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ചന്തുമോളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അഭിയല്ല, കുട്ടിയുടെ അച്ഛൻ ആദർശാണെന്നാണ്. ആദർശും അനഘയും കൂടി നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് അവിടെ വച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ആയിട്ട് അഭി കുറച്ച് ആൾക്കാരെ അവിടെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇവർ 3 പേരും കൂടെ അവിടെ ചെല്ലുമ്പം അനഘയുടെ ഡെഡ് ബോഡി അവിടെ കടത്തിയിരിക്കുകയാണ്. അപ്പം ഡെഡ് ബോഡിയെല്ലാം കണ്ട് അവർ വിഷമിച്ചിങ്ങനെ നിൽക്കുക. അപ്പം കൂട്ടത്തിലുള്ള ഒരാൾ പറയുന്നുണ്ട്, ഈ പെൺകുട്ടിയുടെ കുഞ്ഞ് അതിവിടെയുണ്ട്, ആ കുഞ്ഞ് അനന്തപുരിയിലെയാണ്, അനന്തപുരിയിലെ ഏതോ ഒരാളുടെ കുഞ്ഞാണ്, ആരുടെയാണെന്ന് അറിയില്ല എന്ന് പറയുമ്പം ആദർശനങ്ങ് ദേഷ്യം വരികയാണ്. ആദർശ് അയാളുടെ കുത്തിന് പിടിക്കുക. എന്ത് വൃത്തികേടും പറയാമെന്നാണോ ഞങ്ങളെക്കുറിച്ച്? ഞങ്ങളുടെ കുടുംബത്തിലെ ആരുടെ കുട്ടിയാണെന്ന് പറ. അങ്ങനെ വരുന്നവരും പോകുന്നവരും കയറി വന്ന് അനന്തപുരിയിലെ കുഞ്ഞാണിതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ആദർശ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണ്ട അതൊക്കെ അങ്ങ് വിട്ടേരേ എന്ന് പറയാണ്. കാരണം മുത്തശ്ശനോട് അനഘ തന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, മുത്തശ്ശൻ്റെ ഏതോ ഒരു കൊച്ചുമോൻ്റെ കുട്ടിയാണെന്നുള്ള കാര്യം ആരുടെയാണെന്നൊട്ട് പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അഭിക്കതൊരു ലാക്കാണ്. അഭി ആ സമയത്തത് കുഞ്ഞിനെ പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നതും ആദർശിൻ്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് ഇതാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഭിക്ക് തന്നെ അറിയാം അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ഈ കുഞ്ഞിന് അങ്ങോട്ട് കയറി പറ്റാനേ പറ്റില്ല എന്നുള്ള കാര്യം. അങ്ങനെ അതെല്ലാം അഭി സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ പോകാൻ പോവാണ് കേട്ടോ. ഈ കുട്ടി ഇപ്പം ഞങ്ങൾക്ക് തൽക്കാലം ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന് തന്നെ ആദർശ് പറയാണ്. ഇതിന് തെളിവായിട്ട് നിങ്ങൾ വാ, പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഈ കുട്ടി നിങ്ങളുടെ വീട്ടിലെയാണെന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്നൊക്കെ ആദർശ് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ദേ ഈ പെൺകുട്ടി അനഘ, അവൾ മരണത്തിൻ്റെ മുഖത്ത് നിന്ന് വെളിപ്പെടുത്തിയ കാര്യമാണിത്, ആദർശ് തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയാണ്. ഇത് കണ്ടോ, ഇവരുടെ വീട്ടിൽ നിങ്ങൾ രണ്ടും കൂടിയുള്ള ഫോട്ടോയും ആദർശിൻ്റെ ഫോട്ടോയും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ആദർശിൻ്റെ കുഞ്ഞാണ് ഇന്ന് എന്ന് അവർ തറപ്പിച്ച് പറയാണ്. അപ്പോൾ ആദർശനങ്ങ് ദേഷ്യം വരികയാണ്. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ തലയിലേക്ക് ഈ കുഞ്ഞിനെ കെട്ടിവെക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അതൊരു കയ്യിലിരിക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് പണമോ സ്വത്തോ എന്തെങ്കിലുമൊക്കെയാണ് വേണ്ടത്, അതായിരിക്കും. അനന്തമൂർത്തിയുടെ കയ്യിലുള്ള പണം അല്ലെങ്കിൽ മൂർത്തി ജ്വല്ലറിയിലെ കാശ് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന തട്ടിപ്പല്ല ഇത് എന്നൊക്കെ ആദർശ് ചോദിക്കുക. അങ്ങനെ അവിടെ ചെറിയ ബഹളമൊക്കെ ഉണ്ടാകാണ് കേട്ടോ. എന്നിട്ട് അവർ പോകാനായിട്ട് തുടങ്ങുക. അപ്പോഴേക്ക് ഈ കുഞ്ഞ് ഓടി വന്നിട്ട് ആദർശിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, അച്ഛാ എന്നെ കൂടി കൊണ്ടുപോകാം അച്ഛാ, എന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോവല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആദർശനും അങ്ങ് വിഷമാവുകയാണ്.
അപ്പോൾ ആദർശ് വേണ്ടാന്നുള്ള രീതിയിൽ തഴഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴേക്കും മുത്തശ്ശൻ ആ കുട്ടിയെ എടുക്കുകയാണ്. എന്നിട്ട് കൂട്ടിക്കൊണ്ട് പോവുക, വാ പോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ മുത്തശ്ശൻ മുൻകൈ എടുത്തിട്ടാണ് കേട്ടോ അബിയുടെ കുഞ്ഞിനെ ചന്തുമോളെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ചന്തുമോൾ അനന്തപുരിയിൽ എത്തുമ്പം എല്ലാവരും ഞെട്ടിപ്പോവാണ്, ഇതെങ്ങനെയാണ് ഈ കുഞ്ഞ് ഇവിടെ വന്നതെന്നുള്ള രൂപത്തിൽ. അപ്പം ഉടനെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ്, ഈ കുട്ടി ഇപ്പോൾ ഇവിടെ വളരും എന്ന് പറയാണ്. അപ്പം ഉടനെ ജലജ ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞ് എന്തിനാ ഇവിടെ വളരുന്നത്? ഈ കുഞ്ഞും ഇവിടെയുള്ളവരായിട്ട് എന്ത് ബന്ധമുള്ളത്? പിന്നെ എന്തിനാ ഇതിനെ ഇവിടെ വളർത്താനായിട്ട് നോക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ഈ കുട്ടി ഈ വീട്ടിലെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അത് ഈ വീട്ടിലെ ആരോ ഒരാളുടെ കുട്ടിയാണിത്, ആരുടെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവൾ ഈ വീട്ടിൽ തന്നെ വളരും എന്ന് പറയുമ്പം ഉടനെ ജലജ പറയാം, ആരുടെ കുട്ടിയാണെന്ന് പറ എന്ന് പറഞ്ഞ് അബിയോട് ചോദിക്കുന്നുണ്ട്. എടാ അബി, നീ എങ്ങാനും എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചതാണോ? നിന്നെ എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. അപ്പോൾ അബി കൈമലർത്തുക. അബി പറയുക, ദേ അമ്മ ആവശ്യമില്ലാത്ത ഒന്നും പറയരുത്. എൻ്റെ ഭാര്യ നവ്യ പ്രസവിച്ചൊക്കെ കിടക്കുകയാണ്. ഇനി അതിൻ്റെ കൂടെ ഇതും കൂടെ പറഞ്ഞ് എന്നെ ടെൻഷനാക്കരുത്. ഞാൻ എൻ്റെ മോശം ഏർപ്പാടൊക്കെ നിർത്തി നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെയുള്ളപ്പം ഇനി എന്നെ തിരിച്ചങ്ങോട്ട് പോകാൻ ഇടവരുത്തരുത് എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും ഉടനെ അബി പറയാണ്, എൻ്റെ കുട്ടിയല്ല, ഇത് ആദർശിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ആ കൊച്ചും വിളിക്കുകയാണ് അച്ഛാ അച്ഛാ എന്നൊക്കെ ആദർശിനെ. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ്. ദേവയാനി അന്നേരം ആദർശിൻ്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് ചോദിക്കുക, എടാ ആദർശേ, ഈ കേട്ടത് സത്യമാണോ? ഈ കുഞ്ഞ് നിൻ്റെ ആണോ എന്ന് ചോദിക്കുക. ആദർശ് പറയുന്നുണ്ട്, അമ്മ എന്താ ഈ പറയുന്നത്? അമ്മ എന്ത് കേട്ടിട്ടാ ഈ പറയുന്നത്? അല്ല, ആ കൊച്ച് നിന്നെ അച്ഛാന്ന് വിളിക്കുന്നു. നിനക്ക് വിവാഹത്തിന് മുമ്പ് ഉണ്ടായ എന്തെങ്കിലും ഒരു അവിഹിത ബന്ധത്തിൻ്റെ ആണോ? നീ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടാണോ ഈ കുഞ്ഞ് എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശിനോട്. അപ്പോഴേക്കും ആദർശിനങ്ങ് ദേഷ്യം വരിക. അപ്പോൾ ഉടനെ ദേവയാനി പറയുന്നുണ്ട്, പറയടാ, സത്യം പറയടാന്ന് ചോദിച്ചിട്ട് ഒറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ നയനയും അവിടെ നിൽപ്പുണ്ട്. നയനയ്ക്കും അപ്പോൾ ആകപ്പാടെ ടെൻഷൻ ആവുകയാണ്. ദൈവമേ, ആദർശേട്ടൻ്റെ കുഞ്ഞാണോ ഇത്? എങ്ങനെ ഇത്? ഒരിക്കലും ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്ത് ജീവിക്കുന്ന ആളല്ല. പക്ഷേ ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. അതോ ആദർശേട്ടൻ്റെ കുഞ്ഞ് തന്നെയാണോ? ആദർശിനെ അച്ഛാന്ന് വിളിച്ചിട്ട് ചന്തുമോൾ ആദർശിൻ്റെ അടുത്തുനിന്ന് മാറുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ഒരു വല്ലായ്മ തോന്നുവാണ്. അതേസമയം ജലജ രക്ഷപ്പെട്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക, നന്നായി എന്ന് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനാമിക അവിടെ ഉണ്ട്. അനാമികയ്ക്ക് സന്തോഷമാവുകയാണ് കേട്ടോ, ആദർശിനും നയനയ്ക്കും ഒരു പണി കിട്ടിയില്ലേ. അപ്പോൾ ജലജ അനാമികയോട് പറയുന്നുണ്ട്, ദേ നമ്മൾ വിചാരിച്ചതിലൊക്കെ അപ്പുറം കാര്യങ്ങൾ പോവാണ്, നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ, ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ആകെ മൊത്തത്തിലൊരു സംഘർഷമാണ്. അപ്പുമോളാണെങ്കിൽ അവിടെ തന്നെ കൂടിയിരിക്കുകയാണ്. അതേസമയം ജലജയും ജാനകിയും അനാമികയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഹോ, ഞാനങ്ങ് പേടിച്ചു പോയി, എന്തായി തീരുവെന്ന്. ഈ വീട്ടിലെ ആരുടെയോ കുട്ടിയാണെന്നും പറഞ്ഞ് ഇവിടെ വന്നപ്പം ആരെ വേണമെങ്കിലും സംശയിക്കാവല്ലോ. ചേട്ടനെയോ അജയേട്ടനെയോ അതുപോലെ നമ്മുടെ അഭിയായിരുന്നു എനിക്ക് സംശയം. അവനല്ലേ ഇങ്ങനെയുള്ള ഏർപ്പാടൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതും അഭിയായിരുന്നു. അഭിമുയെ മോശക്കാരനാക്കാനാ ഇവിടെ എല്ലാവർക്കും ധൃതി. പക്ഷേ അവനേതായാലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടില്ല. എല്ലാവരുടെയും മുമ്പിൽ നല്ലവനായിട്ട് നിന്ന് ആദർശ് അവനൊരു പണി കിട്ടിയില്ലേ, ഹോ, സമാധാനമായി. അപ്പോൾ അനാമികയും പറയാണ്, എനിക്കും അതെ, ഭയങ്കര സന്തോഷമായി. അപ്പച്ചി, നമ്മൾ വിചാരിച്ചത് ആ നയനയെന്ന് പറഞ്ഞവൾ ഇങ്ങോട്ട് തിരിച്ചു വന്ന് ആദർശം നയനയും വെല്ലുമ്പയും കൂടെ ചേർന്ന് അവർ സന്തോഷമായിട്ട് അങ്ങ് കുടുംബം കളിക്കുമെന്നല്ലേ. ഇപ്പം എന്തായാലും ആ സന്തോഷത്തിൻ്റെ ഇടയിൽ ഒരു ചതി വന്നു. ദൈവം ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. നയനയ്ക്കും ആദർശിനും വീണ്ടും പണി കിട്ടി. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ആദർശിന് മറ്റൊരു കുഞ്ഞുണ്ടെന്നറിയുമ്പം നയനയ്ക്കും വിഷമമില്ലാതെ ഇരിക്കുകയല്ല. പൂർണ്ണമായിട്ടും ആദർശിനെ അവളങ്ങ് വിശ്വസിക്കുകയില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഇടയിൽ കല്ലുകടിയായിട്ട് ആ കൊച്ച് ചന്തുമോള് കാണും. എന്തായാലും ആദർശിനെ അച്ഛാ അച്ഛാന്ന് വിളിച്ചോളൂ അവളുടെ നടപ്പില്ലേ, അത് കാണുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ജാനകിയും പറയാണ്, എന്നാലും ആദർശ് ഇങ്ങനെ ഇത്ര നല്ലവനായിട്ടിരുന്നിട്ട് അവൻ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിരുന്നല്ലോ. എപ്പോഴും അബിയെ കുറ്റം പറഞ്ഞോണ്ട് വന്ന ആദർശ അവൻ വിവാഹത്തിന് മുമ്പ് മറ്റു പെൺകുട്ടികളായിട്ട് കറങ്ങി നടന്ന ദേ ഒരു കൊച്ചും. ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇനി ജലജ ആരെങ്കിലും അവനെ ചതിച്ചതായിരിക്കോ, സത്യം തന്നെ ആയിരിക്കുമോ എന്ന് പറയാ ജാനകി. അപ്പം ജലജ പറയാ, സത്യമായാലും നുണയായാലും ഇപ്പം അവൻ്റെ പേര് പറഞ്ഞല്ലേ കൊച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ടേ നമ്മളും തൽക്കാലം അതങ്ങ് വിചാരിച്ചേച്ചാൽ മതി. അച്ഛനും അമ്മയും ഒക്കെ എടുത്ത് തലയിലല്ലേ വെച്ചിരുന്ന ആദർശിനെ. നയനയ്ക്ക് ആദർശും മാതൃകാ ദമ്പതികളെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഏതായാലും ഒരു കൊച്ചു വന്നു, അത് നന്നായി എന്നിങ്ങനെ പറയാണ് കേട്ടോ.
അതേസമയം ആദർശും നയനയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. ആദർശിനാണെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്നിട്ട് പറയാണ്, എന്തൊരു കഷ്ടമാണ് ഇതെങ്ങനെ വന്നു, ഇത് ആരോ ചതിക്കാൻ വേണ്ടി ചെയ്തതാ നയനെന്ന് പറയാ. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ശരിക്കും സത്യമാണോ ആദർശേട്ടാ? സത്യമാണെങ്കിൽ ആദർശേട്ടൻ എന്നോട് തുറന്നു പറ. ആദർശേട്ടൻ്റെ വിവാഹത്തിന് മുമ്പ് ഇങ്ങനൊരു അബദ്ധം പറ്റിയെങ്കിലും അതൊക്കെ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ. ചന്തുമോളെ നമ്മുടെ കുട്ടിയായിട്ട് കണ്ടു തന്നെ ഞാൻ വളർത്തിക്കോളാം. അവൾ ഈ വീട്ടിൽ തന്നെ വളരട്ടെ, അതിനൊന്നും എനിക്കൊരു വിഷമവും ഇല്ല. ആദർശേട്ടൻ പക്ഷെ സത്യം പറയണമെന്ന് പറയുമ്പം ആദർശന് ദേഷ്യം വരിക. നീയും എന്നെ വിശ്വസിക്കാതിരിക്കുകയാണോ? നീ എന്നെ എങ്ങനെ അങ്ങ് വിശ്വസിച്ചോ? എൻ്റെ കുഞ്ഞ് തന്നെയാണ് ചന്തുമോളെ അങ്ങ് വിശ്വസിച്ചോ? ഇപ്പം എല്ലാവരും കൂടെ എൻ്റെ തലയിലേക്കാണ് കയറുന്നത്. അമ്മയും എൻ്റെ കരണത്തിന് വരെ അടിച്ചു. ആ കുഞ്ഞ് എൻ്റെയാണെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ ആരുമില്ല. ഇതാ പറയുന്നത്, എല്ലാ തോന്നിയാസം കാണിച്ച് നടക്കുന്നവർ നല്ല രീതിയിൽ ജീവിക്കും. മാനമര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് ഇങ്ങനെ ഓരോ പണി കിട്ടും. എന്തായാലും ആ കൊച്ച് ആരുടെയാണെന്നുള്ള കാര്യം തെളിയിക്കുക തന്നെ ചെയ്യും ഞാനെന്ന് പറയുക. അപ്പം നയനയ്ക്ക് പിന്നെയോ ഒരു സംശയമുണ്ട്, ഇനി ആദർശിൻ്റെ കുഞ്ഞ് തന്നെയാണോ ആദർശേട്ടാന്ന്. അപ്പം ആദർശ് പറയുന്നുണ്ട്, എൻ്റെ നയനെ നീ എന്നെ വിശ്വസിക്കുക. അപ്പം നയന പറയാം, ഇനി അഭിയെങ്ങാനും, അഭിയല്ലേ ഇങ്ങനത്തെ ഏർപ്പാടൊക്കെ ചെയ്യുന്നത്, അവനെങ്ങാനും എന്തെങ്കിലും ചതി ചെയ്തതാണോന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആദർശ് പറയാം, അവൻ ചെയ്തതായിരിക്കും. ആരായാലും ഇത് കണ്ടെത്തി ഞാൻ എല്ലാവരുടെയും മുമ്പിൽ തെളിയിക്കും. അങ്ങനെ എൻ്റെ മാനത്തിനും വിലയില്ലേ എന്നൊക്കെ ആദർശ് പറയുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ജലജ എന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട്, എടാ അബി, ഇതെങ്ങനെ ഒത്തടാ? നല്ലവൻ കളിച്ച് നടന്ന ആദർശനിപ്പോൾ ഒരു കുഞ്ഞ്. എന്തായാലും എനിക്ക് സന്തോഷമായി. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്നോട് സത്യം പറയണം. ഇനി നിന്റെ കൊച്ചെങ്ങാനും ആണോടാ? നീയല്ലേ ഇങ്ങനെയുള്ള ഏർപ്പാടിലൊക്കെ ചെന്ന് ചാടുന്നത്? നീ എന്നിട്ട് അത് തിരിച്ച് അവൻ്റെ തലയിൽ വച്ചതാണോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. എൻ്റെ പൊന്നമ്മേതേ, എന്നെ വിശ്വസിക്കാതിരിക്കരുത് കേട്ടോ. ഇത്രയും നാളില്ലാത്ത ഒരു കൊച്ച് എനിക്കിപ്പോൾ എവിടെ നിന്ന് വരാനാ? എനിക്ക് എന്തെങ്കിലുമൊക്കെ കള്ളത്തരം ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുമുണ്ട്. അതിങ്ങനെ വലിയ വലിയ കള്ളത്തരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആരെങ്കിലുമൊക്കെ പെൺകുട്ടികളും ഒക്കെ ആയിട്ടൊന്ന് കറങ്ങി നടന്നിട്ടൊക്കെ ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഇത് ആദർശിൻ്റെ തന്നെയാണ്. അവൻ പാവം പോലെ പതുങ്ങിയിരുന്നിട്ട് ഇപ്പം കണ്ടില്ലേ എന്നൊക്കെ അഭി പറഞ്ഞ് തിരിച്ചു വിടുകയാണ് കേട്ടോ. അതേസമയം അനാമികയാണെങ്കിൽ അനിയുടെ അടുത്ത് എന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ പറയാണ്, ഇത്രയും നാട് മാതൃകാ ദമ്പതികളായിരുന്ന ആദർശും നയനിയും, ദേ നിന്റെ ഏട്ടൻ ആദർശേട്ടൻ, ഏട്ടനെ കണ്ടു പഠിക്കാനല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നത്? നീയും ഏട്ടനെ കണ്ട് തന്നെയല്ലേ പഠിച്ചത്? ആ നേരാ, നീ ഏട്ടനെ കണ്ട് തന്നെ പഠിച്ചത് കൊണ്ടല്ലേ ഇപ്പോഴും ആ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത്. എന്നെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടും നിന്റെ മനസ്സിൽ മുഴുവൻ നന്ദുവല്ലേ? ഇപ്പോഴും അവളുടെ പുറകെ നീ നടക്കുന്നത് ഏട്ടനെ കണ്ടിട്ട് തന്നെ ആയിരിക്കും. എന്തായാലും ഏട്ടനൊരു കൊച്ചു വന്നല്ലോ. അനന്തപുരിയിൽ ആദ്യത്തെ വന്ന് കയറുന്ന കുഞ്ഞ് നവ്യയുടെ അരികെന്നാണ് വിചാരിച്ചത്. ഇപ്പം ആദർശിൻ്റെ കൊച്ചു തന്നെ വന്ന് കയറിയല്ലോ. കൊള്ള ഏതായാലും നിന്റെ ഏട്ടൻ പരമശുദ്ധൻ, നല്ലവൻ. ഏതായാലും ഇത്രയും വലിയ പണിയൊന്നും ആ അഭി പോലും ഒപ്പിച്ചിട്ടില്ല. എനിക്കങ്ങ് സന്തോഷമായി. ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അപ്പോഴേക്കും നമ്മുടെ അനിക്കങ്ങ് ദേഷ്യം വരികയാണ്. അനി പറയാ, അനാമിയെ നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയരുത്. നീ പറഞ്ഞത് നേരെ തന്നെയാണ്. ആദർശേട്ടനെ കണ്ട് തന്നെയാണ് ഞാൻ പഠിച്ചത്. ആദർശേട്ടനെ കണ്ട് പഠിക്കാൻ തന്നെയാണ് ഞാൻ പറയുകയും ചെയ്യുന്നത്. ആദർശേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ ആദർശേട്ടന് ഒരു ബന്ധമോ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരിന്ന് ഈ വീട്ടിൽ കണ്ടേനെ. ആദർശേട്ടൻ അല്ലാതെ ഇങ്ങനെ തെരുവിൽ ഉപേക്ഷിച്ചേച്ച് വേറൊരുത്തിയെ കല്യാണം കഴിച്ച് ജീവിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ആദർശേട്ടനെ ചതിക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്തതാ. ആരോ പണി കൊടുത്ത ആദർശേട്ടന്. എന്തായാലും ഞങ്ങളത് തെളിയിക്കും. ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് തെളിയിച്ച് നിന്റെ കൺമുമ്പിൽ കൊണ്ടുവരും. ഇനി നീയോ ആ അഭിയോ ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരുമാണല്ലോ ഇതിനൊക്കെ മികച്ചത് എന്ന് പറയുമ്പോൾ, ദേ അനി, നീ എന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. നിന്റെ ചേട്ടനൊരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്കെന്ത് കിട്ടാനാ? നിനക്കൊന്നും കിട്ടാനില്ലേ? അങ്ങനെയുള്ള നീയാണോ ഇപ്പോൾ? നീ ഭയങ്കര സൽസ്വഭാവിയാണല്ലോ. അതുകൊണ്ടാണല്ലോ 100 കാമുകന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്നത്. എന്നിട്ട് ആദർശേട്ടനെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു. എൻ്റെ ആദർശേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പിഴവ് ഉണ്ടാകത്തില്ല. അതാരോ ചതിച്ചത് തന്നെയാണ്. ആര് ചതിച്ചാലും അവർക്ക് തിരിച്ച് പണി കൊടുക്കും എന്നൊക്കെ അനിയും പറയുന്നുണ്ട്. അതേസമയം അനാമികയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായിട്ട് ഇനി ആരെയൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞ് സന്തോഷിക്കണമെന്ന് വെച്ചിട്ട് വീട്ടിലോട്ട് വിളിച്ച് രേവതിയോട് പറയുകയാണ് കേട്ടോ, അമ്മേ കുറച്ച് സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ അനന്തപുരിയിൽ നടക്കുന്നുണ്ട്. ഞാൻ മുമ്പേ വിളിക്കണമെന്നോർത്താ, പിന്നെ എല്ലാവരും കിടന്നു കഴിഞ്ഞ് വിളിക്കാമെന്ന് വിചാരിച്ചു. എന്താ മോളെ, ആ നയന അവൾ ഇറങ്ങിപ്പോയോ വീണ്ടും? നയന ഇറങ്ങി പോയിട്ടൊന്നുമില്ല, പക്ഷെ ഉടനെ തന്നെ പോവും. അതെന്താടി നീ ഇപ്പം അങ്ങനെ പറഞ്ഞത്? അതാണ് രസം.
ഇന്ന് ദേ ഇപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് വന്നിട്ടുണ്ട്. ആ നവിക്ക് കൊച്ചുണ്ടായെന്ന് അറിഞ്ഞപ്പം എനിക്ക് വല്ലാത്ത അസൂയ തോന്നിയതാ. അന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ആ കുഞ്ഞിനെ കൊല്ലാനൊക്കെ ഒരുപാട് നോക്കി നമുക്ക് തന്നെ പണി കിട്ടിയതല്ലേ. ഇപ്പം ഏതായാലും ആ കുഞ്ഞ് ജനിച്ചു. അപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു മനസ്സിന്. ഇപ്പം ആ വിഷമം പോയി, നല്ല സന്തോഷം തോന്നുക. അപ്പം ഉടനെ രേവതി ചോദിക്കുക, അതെന്താ ഇപ്പം നിനക്ക് ഇത്ര സന്തോഷം തോന്നാൻ? അതെന്താന്ന് വെച്ചാലേ, ആദർശല്ലേ ആ പുണ്യാളൻ, അവനൊരു കൊച്ചുണ്ടെന്ന്. ഒരു 3-4 വയസ്സായ കൊച്ചിനെയും കൊണ്ട് ഇന്നിവിടെ വന്ന് കയറി മുത്തശ്ശൻ. എടി അതെവിടെ നിന്നാടി അവനിപ്പോൾ കൊച്ച്? അവന് നേരത്തെ ഒരു ബന്ധത്തിൽ ഒരു കൊച്ചുണ്ടായിരുന്നതും ആ പെൺകുട്ടി മരിച്ചു പോയപ്പം തന്തയുടെ സ്ഥാനത്ത് ഇവനെയാ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അനന്തപുരിയിലേക്ക് വന്നു. മുത്തശ്ശനെ വിളിച്ച ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അനന്തപുരിയിലെ ഒരു കൊച്ചുമോൻ്റെ കൊച്ചാന്ന്. അതാരാണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ കൊച്ചിനെ അവൾ കാണിച്ചു കൊടുത്തിരുന്ന ഫോട്ടോ ആദർശിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് ആ കൊച്ച് ആദർശിനെ അച്ഛാന്ന് വിളിച്ച് പുറകേ നടക്കുക. അത് കാണുമ്പോൾ മനസ്സിനൊരു ഭയങ്കര സുഖം തന്നെയാ അമ്മേ. രേവതി പറയുക, എനിക്കിതൊന്നും കണ്ടിട്ടങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടാ മറ്റവൾ പോയോ, ആ നയന, അവൾ ഇറങ്ങിപ്പോയോ പിണങ്ങി? അവൾ പോയിട്ടൊന്നുമില്ല, അവൾ അവന് സപ്പോർട്ടായിട്ടുണ്ട്. പക്ഷെ അധിക നാളൊന്നും അതങ്ങനെ നിൽക്കരുന്നേ, ഉടനെ തന്നെ പൊക്കോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ മുത്തശ്ശന് ഭയങ്കര ടെൻഷനാണ്. മുത്തശ്ശിയോട് പറയുന്നുണ്ടേ, അത് എടോ അങ്ങനെയൊന്നും ആവില്ല, ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ആ കുട്ടി ഏറ്റെടുത്തത്? ആരോ ഒരു പെൺകുട്ടി വിളിച്ച് ഈ വീട്ടിലെ കുഞ്ഞാണെന്ന് പറഞ്ഞ ഉടനെ അത് ഏറ്റെടുക്കണോ? അങ്ങനെ ഉടനെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ മരണത്തിലേക്ക് പോകുന്ന ആ കുട്ടി കള്ളത്തരം പറയില്ലെന്ന് എനിക്ക് തോന്നി. അതുപോലെ അവിടെ ചെന്നപ്പം ആ കുഞ്ഞ് എന്നെക്കൂടെ കൊണ്ടുപോകും അച്ഛാന്ന് ചോദിച്ചപ്പം അതിനെ കൂട്ടിക്കൊണ്ട് വരാതിരിക്കാൻ പറ്റിയില്ല. മറ്റുള്ള നിയമകാര്യങ്ങളും നിയമവശങ്ങളും കോടതിയൊക്കെ പുറകെ നടക്കട്ടെ. ഇപ്പം എന്തായാലും ചന്തുമോള് ഇവിടെ കുറച്ച് നാൾ ജീവിക്കട്ടെ. ആരുമില്ലാത്ത കുട്ടിയല്ലേ, അങ്ങനെയേ ഞാൻ കരുതിയുള്ളൂ. എന്നാലും ആരായിരിക്കും ആദർശിനെ ഇങ്ങനെ ചതിച്ചിട്ടുണ്ടാവുക? പാവം ആദർശൻ നയനയും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്ന് മുത്തശ്ശി പറയുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ മാറിക്കോളൂ നീ. നയനമൊക്കെ ആദർശിനെ അറിയാം. അവർ തമ്മി ഇനി പിണങ്ങാനൊന്നും പോകുന്നില്ല. ആദർശിനെ മനസ്സിലാക്കി തന്നെ നയനമോള് ജീവിച്ചോളും. സത്യം എന്നായാലും തിരിച്ചറിയുകയും ചെയ്യും എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ അനാമികയാണെങ്കിൽ കാമുകനെ വിളിച്ചിട്ട് കൂടി ഈ കാര്യം പറയുകയാണ്. അങ്ങനെ കാമുകൻ പറയുന്നുണ്ട്, ഞാൻ തന്നെ കാണാനായിട്ട് ഇപ്പം തന്നെ വരും, അങ്ങോട്ട് വരുമെന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, എൻ്റെ പൊന്നെ നീ ഇങ്ങോട്ട് വരരുതേ. ഇവിടെയാണെങ്കിൽ മുഴുവൻ സെക്യൂരിറ്റി CCTV ക്യാമറകളും ഒക്കെ ഉള്ള ഈ അനന്തപുരിയിലേക്ക് നീ കടന്നു വന്ന് എന്നെ കാണാൻ വന്ന അന്നത്തോടെ പൊളിയുക എല്ലാ കാര്യങ്ങളും. ഇവിടുത്തെ സ്വത്തടിച്ച് മാറ്റുക എന്നുള്ള ലക്ഷ്യം കൂടെ പൊളിയും എന്നൊക്കെ പറയുക. പക്ഷെ അയാൾ പറയുന്നുണ്ട് കേട്ടോ, ഇല്ല ഞാനിന്ന് നിന്നെ കാണാനായിട്ട് അങ്ങോട്ട് തന്നെ വരും, ആരും കാണാതെ വരാനുള്ള വഴി CCTVയിൽ പെടാനുള്ള ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, നീ താഴോട്ടൊന്ന് ഇറങ്ങി വന്നാൽ മതി എന്ന് പറയുക. അനാമിക ആവുന്നത്ര പറയുന്നുണ്ട്, വേണ്ട നീ വരരുത് എന്ന് പറയുക. അതേസമയം അയാൾ പറയുന്നുണ്ട് ഞാൻ വരുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ സമയമാവോ രാത്രിയാവോ ഒരു 12 മണിക്കൊക്കെ ശേഷം മുത്തച്ഛനാണെങ്കിൽ ഉറക്കം വരാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ആദർശനും ആകെപ്പാടെ ടെൻഷനാണ്. കാരണം ചന്തുമോള് തിരിച്ചെത്തുകയും ചെയ്തു. ഇനി എല്ലാവരും തന്നെ അവിശ്വസിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ആദർശ് മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. രണ്ടുപേരും കൂടെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ മുത്തശ്ശനോട് ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ എന്നെ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ കുഞ്ഞല്ല, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. പിന്നെ എങ്ങനെ അത് ഉണ്ടാവും? എങ്ങനെയാണ് ഇത് ആരോ ചതിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാ, ആരാണെന്നുള്ള കാര്യത്തിലാണ്. ബിസിനസ്സിലെ ഏതെങ്കിലും ശത്രുക്കൾ ചിലപ്പോൾ ചെയ്തതായിരിക്കും. മുത്തശ്ശൻ എന്നെ വിശ്വസിക്കണമെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശേ എനിക്ക് നിന്നെ വിശ്വാസക്കുറവൊന്നുമില്ല, നിന്നെ ചതിക്കാൻ വേണ്ടി ആരോ ചെയ്തതാണെന്നുള്ള കാര്യവും അറിയാം. പക്ഷേ ആ പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് അനന്തപുരിയിലെ കുഞ്ഞാണെന്ന് പറഞ്ഞപ്പം അതിലെന്തോ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. നിൻ്റെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കുഞ്ഞാകാൻ മേലെന്നില്ലല്ലോ. DNA ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ, അപ്പോൾ എല്ലാ സത്യങ്ങളും തെളിയും. അതുവരെ പാവം ആ കുഞ്ഞിനെ അവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോരാൻ എനിക്ക് മനസ്സ് വന്നില്ല. അത് ഈ വീട്ടിൽ നിൽക്കട്ടെ. നമ്മുടെ ആരുടെയെങ്കിലും രക്തമാണെങ്കിൽ ആ കുഞ്ഞൊരു തെരുവി വളരേണ്ടതാണോ? അതുകൊണ്ടാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നത്. അവൾ സന്തോഷത്തോടെ ഇവിടെ നിൽക്കട്ടെ. അല്ലാതെ നിന്നെ തെറ്റിദ്ധരിച്ചിട്ടാണെന്നുള്ള വിചാരമൊന്നും വേണ്ട ആദർശേ. ഇതിൻ്റെ സത്യം നമുക്ക് തെളിയിക്കണം എന്ന് പറയാണ്.
അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അതേ മുത്തശ്ശ, എനിക്ക് ഈ സത്യം തെളിയിക്കണം. എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് കുനിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ വന്നില്ലേ, അത് മാറ്റിയെടുക്കണം. എന്തായാലും അവളെൻ്റെ കുഞ്ഞായിട്ട് എവിടെ വളരട്ടെ, അവളെ വേദനിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. ആ കുട്ടി ഈ വീട്ടിൽ തന്നെ വളർന്നോട്ടെ, പക്ഷെ സത്യം തെളിയണം എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ താഴെ അനാമിക ഇറങ്ങിപ്പോയിട്ട് കാമുകനുമായിട്ട് സംസാരിക്കുകയും സല്ലപിക്കുകയും ഒക്കെ ചെയ്യുന്നത് മുത്തശ്ശൻ കാണുന്നത്. മുത്തശ്ശൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. മുത്തശ്ശൻ ആദർശിനെ കാണിച്ചു കൊടുക്കുകയാണ്. ആദർശേ, നീ കണ്ടോ അത്, അനാമികയല്ലേ ആ നിൽക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് കാണുകയാണ് കേട്ടോ. ആദർശിന് നേരത്തെ തന്നെ ഈ വിവരങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് ആദർശിന് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. ആദർശം മുത്തശ്ശനോട് പറയാണ്, അതേ മുത്തശ്ശ, ഇങ്ങനെ ചില കാര്യങ്ങളും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അനിക്കും ഈ വിവരങ്ങളൊക്കെ അറിയാം. അനാമികയ്ക്ക് മറ്റു പല പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട്. പാർക്കിലും ബീച്ചിലും ഒക്കെ ഒന്നിച്ചു പോകുന്നുണ്ട്. അനി ഇതൊക്കെ കാണുക അറിയുകയും ചെയ്യുന്നുണ്ട്. അവൻ എന്നോട് ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുമാണ്. മുത്തശ്ശനെ ഒന്നും വിഷമിപ്പിക്കേണ്ട, ഈ വീട്ടിൽ അത് അറിയിച്ചൊരു പ്രശ്നം ഉണ്ടാകണ്ട, അവരുടെ ജീവിതം ശരിക്കും പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാനത് മറച്ചു വെച്ചതാണ്. ഇപ്പോൾ വന്ന് വീട്ടിലേക്ക് കൂടി വിളിച്ച് വരുത്താൻ തുടങ്ങിയോള്. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ മുത്തശ്ശ എന്ന് പറയാണ്. മുത്തശ്ശനും അപ്പം പറയാണ്, അതെ, ഇത് ചോദിക്കുക തന്നെ ചെയ്യണം. പക്ഷെ പെട്ടെന്നൊരു പ്രശ്നത്തിലേക്ക് ഇപ്പം തന്നെ അനന്തപുരി കത്തിക്കാളി നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഇനി പുറത്തു വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം നാണക്കേടാവും. ബിസിനസ് ശാസ്ത്രങ്ങൾ വരെ എല്ലാ കാര്യങ്ങളും പുറത്തെടുത്തിടും എന്നൊക്കെ മുത്തശ്ശൻ പറയാണ്. അപ്പോഴാണ് അനാമിക കയറി വരുന്നത്. അനാമികയെ പിടിച്ച് നിർത്തുകയാണ് മുത്തശ്ശൻ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെ പോയത് അനാമികയെ നീ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അത് മുത്തശ്ശൻ, ഞാൻ വെറുതെ ചൂടായതുകൊണ്ടൊന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അനാമിക അവിടെ തടി തപ്പുക. പക്ഷെ മുത്തശ്ശൻ്റെ മനസ്സിൽ അനാമികയെക്കുറിച്ച് നല്ല വ്യക്തമായ ചിത്രം വന്നിട്ടുണ്ട്. അധികം താമസിക്കാതെ തന്നെ അനാമികയ്ക്ക് അനന്തപുരിയിൽ നിന്ന് പോകാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് കുറേ രസകരമായ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മുടെ ചന്തുമോള് അനാമികയ്ക്ക് 8ൻ്റെ പണിയൊക്കെ കൊടുക്കുന്ന വീഡിയോയുണ്ട്. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പോകാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്